കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു വ്ളോഗായിട്ട് വന്നിക്കാണ് കേട്ടോ. നമ്മളെ ഫോണിൽ ചെറിയൊരു പണി തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പല ഫോണിലായിട്ടാണ് കേട്ടോ അപ്പോൾ വീഡിയോസൊക്കെ എടുക്കൽ. അതാണ് ഇങ്ങനെ വീഡിയോസൊക്കെ അപ്ലോഡ് ആക്കാൻ ഇങ്ങനെ ലേറ്റ് ആവണത്. വീഡിയോ ഡെയിലി ഇടാനും കാണാനുള്ള ഇഷ്ടം കൊണ്ടാണല്ലോ കമൻറ്റ് കാണലുണ്ട്. പക്ഷെ ഫോൺ ഇങ്ങനെ ഒരു പണി തന്നുകൊണ്ട് മാത്രമാണ് കേട്ടോ ഡെയിലി ഇങ്ങനെ വീഡിയോ എടുക്കലൊന്നും നടക്കാത്തത്. ഇന്ന് സ്കൂളിലെ ദിവസമാണ് കേട്ടോ. ഭാബി ഇതാ രാവിലെ തന്നെ കിച്ചണിക്ക് ഇറങ്ങിയിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണി പിന്നെ കുട്ടിക്ക് സ്കൂൾക്ക് കൊടുത്തയക്കാനുള്ള ലഞ്ചിൻ്റെ പരിപാടിയൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ടൈം കൊണ്ട് ഞാൻ വന്ന് അടിച്ച് വാരി തുടക്കുന്നുണ്ട്. ഈ അടിച്ച് വാരി തുടക്കലൊക്കെ നേരത്തെ കഴിക്കും കേട്ടോ. കാരണം കുട്ടീനെ സ്കൂൾ വണ്ടിയിൽ ആക്കി കൊടുത്തിട്ടില്ല. ഡെയിലി ഞാൻ ഈ ഒരു വർഷം ഞാൻ സ്കൂൾക്ക് ആക്കി കൊടുക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. പിന്നെ അടുത്ത വർഷം അല്ലെങ്കിൽ കുറച്ച് വലിയ കുട്ടിയൊക്കെ ആയിട്ട് സ്കൂൾ വണ്ടിയിലേക്ക് ആക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സ്കൂൾക്ക് പോകുമ്പോൾ എല്ലാ പണിയും ഇപ്പോൾ നേരത്തെ കഴിയും കേട്ടോ. എല്ലാ പണിയും കഴിച്ചിട്ടാണ് സ്കൂൾക്ക് പോവുക. കിച്ചണത്തെ പണിയൊക്കെ അതാ ഭാബി നോക്കും. ഞാൻ അടിക്കലും തുറക്കലൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണിയും കുട്ടിക്കുള്ള ലഞ്ചിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കുട്ടീൻ്റെ ലഞ്ചിൻ്റെ പരിപാടി അപ്പോൾ നോക്കലുള്ളൂ കേട്ടോ. പിന്നെ ഞങ്ങൾക്കുള്ളത് കുട്ടി പോയതിൻ്റെ ശേഷമാണ് നോക്കൽ. എല്ലാം കൂടെ ഒപ്പം നടക്കില്ലല്ലോ. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണിയൊക്കെ നേരത്തെ കഴിയും. ഇനിയിപ്പോൾ അവൾക്കിന്ന് സ്നാക്കായിട്ട് കൊടുക്കുന്നത് മാങ്ങയാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ്. ഫുള്ള് കൊടുക്കൂല കേട്ടോ. മാങ്ങ കുറച്ച് വലിയ മാങ്ങയല്ലേ. കുഞ്ഞു മാങ്ങക്കാണെങ്കിൽ ഒരു മാങ്ങ കംപ്ലീറ്റ് ആയിട്ട് കൊടുക്കുള്ളൂ. ഇത്തിരി വലിയ മാങ്ങ ആയതുകൊണ്ട് പകുതി കൊടുക്കണുള്ളൂ കേട്ടോ മാങ്ങൻ്റെ. അല്ലെങ്കിൽ ലഞ്ച് കഴിക്കാനും മടിയാവും. നമ്മൾ ഏകദേശം മതിയാ ഇത്രപ്പോരം കൊടുത്താൽ മതിയില്ല. ഇത്രപ്പോരാണ് കേട്ടോ കൊടുക്കുന്നത്. ഇതും പെടുത്തേണ്ടുണ്ട്. ഇതോൾക്ക് വന്നാൽ ഈവനിങ് സ്നാക്കായിട്ട് കൊടുക്കും. ബേബിയാ ഇത് വലിപ്പം കൂട്ടിയൊന്നും ചെയ്യല്ലോ മതിയില്ലേ. പിന്നെ നമ്മൾ ഫോർക്കും കൂടെ കൊടുത്താക്കിയിട്ടുണ്ട്. ഈ സ്നാക്ക് ബോക്സ് ഞങ്ങൾ ഫോർക്ക് കൊള്ളാനിട്ട് വാങ്ങിയാണ് കേട്ടോ. അന്ന് വീഡിയോയിൽ കാണിച്ച അതിൽ ഫോർക്കില്ല. ഞങ്ങൾ ഫോർക്ക് ഒരു സ്നാക്ക് ബോക്സും കൂടെ വീണ്ടും വാങ്ങിയത്. ഇതാരതിമേ അൽസിയാനിയാണ്. അല്ല ബേബി ഇതാ റെഡി ആയിക്കണ്. ഇന്ന് ഗുഡ് ഗേൾ ആയിട്ട് സ്കൂളിൽ പോവുക അല്ലേ. വാട്ടർ ബോട്ടിൽ റെഡിയായി, സ്നാക്ക് റെഡിയായി. ഇനി എന്താ ബേബിക്ക് റെഡി ആവാന്? ലഞ്ച്. ഹലോ ബേബി റെഡിയായോ? ഹലോ റെഡിയായോ സ്കൂൾക്ക് പോവാന്? ഏ ബേബി റെഡി ആയിക്കണ്. ഇന്ന് കോളിഫ്ലവർ. വയറ് നിറഞ്ഞാ സ്റ്റോപ്പ് ചെയ്തോണ്ടി ട്ടാ. വയറ് നിറ സ്നാക്ക് റെഡിയായി, ലഞ്ച് റെഡിയായി, വാട്ടർ ബോട്ടിൽ റെഡിയായി. ഹലോ ബേബി റെഡിയായോ? ആർ യു റെഡി? പോയിട്ട് കൊണ്ടുവരൂലേ? അലബേബിന് ലഞ്ച് കഴിഞ്ഞിട്ട് കൊണ്ടുവരാൻ പോകൂലേ? അപ്പൊ കൊണ്ടുവരുമ്പോള് അലബേബി ഞാന് മോട്ടിന്റെ കയ്യില് പൈസ തരാം. അലബേബിക്ക് ഒരു ക്യാൻഡി വേണം. ഏത് ക്യാൻഡിയാ വേണ്ടേ? അത് വാങ്ങി കൊടുക്കണം കേട്ടാ. അലബേബി പറഞ്ഞുതരും ഏത് ക്യാൻഡിയാന്ന്. കോട്ടനാ? അല്ല, ഷോപ്പിന്ന് പറഞ്ഞുതരൂലേ. സർപ്രൈസാ? ബേബി ഗുഡ് ഗേൾ ആയിട്ട് സ്കൂൾ പോകും. അങ്ങനെ ഞങ്ങള് സ്കൂൾക്ക് പോവാനുള്ള ടൈം ആയിട്ടാ. ഹല പോവല്ലേ? സ്കൂൾക്ക് പോവാ? ഏ ഓൾക്ക് സ്കൂൾ തുറന്നപ്പോ എനിക്കും ശരിക്കും സ്കൂൾ തുറന്നു. ഓൾക്ക് യൂണിഫോം ഉണ്ട്. എനിക്കും ഇനി ഒരു യൂണിഫോം അടിക്കണം ഭാബിയെ. അതാണ് നല്ലത്. ബേബിനെ എന്ന് സ്കൂളിൽ കൊണ്ടാക്കി തന്നെ എനിക്ക് യൂണിഫോം അടിക്കണം. അപ്പൊ ഞങ്ങളിഞ്ഞി പോട്ടെട്ടോ. 9:30 അപ്പൊ ഞങ്ങൾ പോയി വരാം. 9:30 അങ്ങനെ കുട്ടീനൊക്കെ സ്കൂളിൽ കൊണ്ടാക്കി തിരിച്ചെത്തിട്ടോ. അപ്പൊ ഇതാ സ്കൂൾക്ക് പോകുമ്പോൾ തന്നെ സ്കൂൾക്ക് പോണ ഒരു ടൈം ആകുമ്പോഴേ തന്നെ ഞങ്ങളെ ഏകദേശം പണികളൊക്കെ കഴിയും. അപ്പൊ ഞാനും ഭാബിയൊക്കെ ഇവിടെ ഫ്രീ ആയിട്ട് ഇരിക്കുകയാണ്. അപ്പൊ ഭാബി ഇതാ ബ്രെഡ് ടോസ്റ്റ് ചെയ്ത് കഴിക്കുകയാണ് കേട്ടോ.
അത് മൂഞ്ചിക്കണ ചെറുതായിട്ടൊന്ന് കഴിഞ്ഞു കഴിക്കണ്ട അങ്ങനെ എടുക്കാറായിട്ട് എന്നാ കഴിച്ചോടി. അപ്പം ബാബി ബ്രെഡ് മറ്റേ ചീസൊക്കെ ഇട്ടിട്ട് കഴിക്കണേ. അത് ഏതായാലും മൂഞ്ചിക്കണ്. നമ്മള് കഴിഞ്ഞ ബർത്തുകാലാട്ടോ കഴിക്കണത്. ഇവിടുന്ന് അങ്ങന്റെ ടൈം പോവാനാണ് കേട്ടോ പണി. 3 മണിയായി കിട്ടാന്. കുട്ടി വരെ ചടപ്പാ. ഭാവിക്ക് കുട്ടി പോയതില് സന്തോഷാണ്. ചൊറയൊക്കെ കഴിയുമ്പോത്തിന് ഇപ്പൊ കുറച്ച് കഴിയുമ്പോൾ ചൊറയ്ക്കാനാവും. ചൊറ ചെയ്യുമ്പോത്തിന് 1 മണി 2 മണി 3 മണി ഉണ്ടാവുന്നതാണ്. ആലോചിക്കുമ്പോഴാണ് എനിക്ക് ഒരു സമാധാനം. കാരണം 3 മണി പെട്ടെന്ന് ആവുന്നുണ്ട്. 3 മണി വരെ ക്ലാസ് ഉള്ളു. അപ്പൊ വേഗം വേഗം ആവുന്നുണ്ട് കേട്ടോ. 4 മണിയൊക്കെ ഉള്ള ടൈമാണെങ്കിൽ ചിലപ്പോ നമുക്ക് കുറേ നേരം എടുക്കണ തോന്നും. 3 മണിക്ക് തന്നെ വിടുന്നോണ്ട് നമുക്കൊരു ഉച്ച കഴിഞ്ഞ് നമ്മളൊന്ന് ചോറ് ഇങ്ങനെ ഇരിക്കുമ്പോത്തിന് കൊണ്ടുവരാനായ അതിലൊരു തോന്നലുണ്ട്. അപ്പൊ ആൾക്ക് ഇന്ന് സ്കൂൾക്ക് പോവാൻ തീരെ ഇഷ്ടല്ല. ഇന്നലെ വെള്ളിയാഴ്ച തന്നെ പറയുന്നുണ്ട് ഇനി ഞാൻ സ്കൂൾക്കേ പോണില്ലാന്ന്. അപ്പൊ അതിന്റെ ഒരു എന്താ പറയാ സ്കൂൾക്ക് പോണ ഒരു ചടപ്പ് മാറ്റാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇന്നലെ നമ്മളെ തൊട്ടടുത്തുള്ള ഒരു ബീച്ചിക്ക് പോയിന്നിട്ട് അവിടെ കൂട്ടായി പടിഞ്ഞാറക്കര ബീച്ച് ഉണ്ടല്ലോ അതിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട്. അതൊന്ന് കണ്ടുവരിട്ടാ. ഹലോ, നമ്മളെടുക്ക വന്നിക്കണേ ബീച്ചിക്കോ? അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തിട്ടോ, പടിഞ്ഞാറക്കര എത്തി. ഇന്ന് സൺഡേ ആയോണ്ടാന്ന് തോന്നുന്നു നല്ല തിരക്കുണ്ട്. അങ്ങനെ എന്താ ഞങ്ങളിവിടെ ബീച്ചിലെത്തിയിട്ടുണ്ട്. ഹലനൊന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് കേട്ടോ അങ്ങോട്ട് വന്നിട്ടുള്ളത്. ആള് കുറേ ആയി പറയുന്നു പാർക്കിൽ പോകണം ബീച്ചിൽ പോകണം എന്നൊക്കെ. അപ്പം ഇനിയിപ്പോൾ സ്കൂളും കൂടെ തുറന്നതല്ലേ. ഫസ്റ്റത്തെ ആ ഒരു വീക്ക് സ്കൂളിൽ പോകാൻ അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ. സ്കൂളിൽ പോകുന്നത് ഇഷ്ടമൊക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പം ആൾക്ക് ഭയങ്കര മടിയാണ്. രാവിലെ എണീറ്റാൽ തന്നെ തുടങ്ങും കരച്ചിൽ. സ്കൂളിൽ പോകണില്ല പറഞ്ഞിട്ട് അങ്ങനെ കരച്ചിൽ തുടങ്ങും. ഇപ്പോൾ ഭയങ്കര മടിയാണ് കേട്ടോ. ആദ്യത്തെ ആ ഒരു അതൊന്നും ഇപ്പം സ്കൂളിൽ പോകാൻ കാണിക്കണില്ല. ആ ഒരു ഉന്മേഷമൊന്നും ഇപ്പം സ്കൂളിൽ പോകാൻ കാണിക്കണില്ല. അപ്പോൾ അവളോട് ആദ്യം തന്നെ ഇങ്ങനെ പറഞ്ഞിരുന്നു കേട്ടോ, ഹോളിഡേ വരുമ്പോൾ ബീച്ചിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്, പാർക്കിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് എന്നൊക്കെ. അങ്ങനെ എന്നാൽ സ്കൂൾക്ക് പോയാൽ ഇങ്ങനെ കൊണ്ടുപോകുള്ളൂ എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ കയറിയ പാടന്നെ ഊഞ്ഞാലാടണം എന്ന് പറഞ്ഞിട്ട് ഊഞ്ഞാലാട്ടി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ സ്പീഡിൽ എല്ലാത്തിലും കയറും വേണം, എന്നാലും ആൾക്കൊരു പേടിയാണ്. അപ്പോൾ സ്പീഡിലാട്ടി കൊടുക്കുമ്പോൾ അവൾക്ക് പേടിയാവുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാനിതാ വെല്ലാട്ടി കൊടുക്കുകയാണ്. അത് കഴിഞ്ഞ് എയറോപ്ലെയിൻ വേണമെന്ന് പറഞ്ഞിട്ട് അതിൽ കയറിട്ടോ. ബൈ ബൈ. വന്നിട്ട് മതിന്നറിയണ്ട. മെല്ലെ പോളൂ, മെല്ലെ സ്ലോലാ പോണത്. കളറ്റുണ്ടാവും ഇനി. പേടിയാവുണ്ട ബേബിക്ക്? 30 രൂപ മുതലാക്കടാ. എയറോപ്ലെയിനിൽ കയറിയിട്ട് ഒരു റൗണ്ടേ അത് കറക്കിയിട്ടുള്ളൂ. അപ്പോൾ തന്നെ അവള് മതി സ്റ്റോപ്പ് എന്ന് പറഞ്ഞ് കണ്ട് ഒച്ചടൽ തുടങ്ങി. ആൾക്ക് ഭയങ്കര പേടിയായിക്കണം കേട്ടോ ഇതിങ്ങനെ കറങ്ങുമ്പോൾ. പിന്നെ അവള് മാത്രമുള്ളൂ, അങ്ങനെ കുട്ടികളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അവള് മാത്രം ഉള്ളതുകൊണ്ടാണോ എന്താണെന്ന് അറിയില്ല, അത്ര വലിയ ഇഷ്ടമായിട്ടില്ല. ഭയങ്കര പേടിയായിട്ടുണ്ട് കേട്ടോ അതിൽ കയറ്റിയപ്പോൾ. പിന്നെ ഇതാ തുമ്പിനെ കൊണ്ട് കല്ലെടുപ്പിക്കണ മാതിരി പിന്നെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ഊഞ്ഞാലാടണമെന്ന് പറഞ്ഞിട്ട്. ആൾക്ക് നല്ല പേടിയുണ്ടായിരുന്നു, എന്നാൽ എല്ലായിടത്തും ഒന്ന് എക്സ്പ്ലോർ ചെയ്യും വേണം. അങ്ങനെയാണ് കേട്ടോ അവള്. അപ്പോൾ ഏതായാലും അവളെ ദിവസമല്ലേ എന്ന് വിചാരിച്ചിട്ട് അവൾ പറഞ്ഞ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് സാധിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നാലും എങ്ങനെയെങ്കിലും ഒന്ന് സ്കൂളിൽ പോയിക്കോട്ടെ വിചാരിച്ചിട്ട് അങ്ങനെ ഓള് പറഞ്ഞതിനൊക്കെ ആടി കൊടുത്താലാണ് പിന്നെ സ്കൂൾക്ക് പോകാനൊരു ഇൻട്രസ്റ്റ് കാണിക്കുള്ളൂ. അങ്ങനെ എന്താ വീണ്ടും അവിടെ നിന്നൊക്കെ തിരിച്ച് വന്ന് ബീച്ചിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് പോകാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ പറഞ്ഞ് ഇതിൽ കയറണം, ബോട്ട് ഓടിക്കണം എന്നൊക്കെ പറഞ്ഞിക്കാണ്ട്
അങ്ങനെ ഇതിലും കയറ്റി കൊടുത്തിട്ടുണ്ട്. ഇത് പിന്നെ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. ഒരുപാട് നേരം ഇതിങ്ങനെ ഓട്ടി കളിച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ടൈം അവൾക്ക് മനസ്സിലായിട്ടില്ലേന്ന്, ഇതെങ്ങനെ തിരിച്ചാലാണ് പോവാന്നുള്ളത് അങ്ങനെ മനസ്സിലായിട്ടില്ലേന്ന്. പിന്നെ കുറച്ച് നേരമൊക്കെ ഇരുന്ന് പിന്നെ അങ്ങനെ അവളത് പഠിച്ചെടുത്തിട്ടോ. അങ്ങനെയൊക്കെ ആക്കിയാലാണ് ഇത് പോവാന്നുള്ളത് പഠിച്ചെടുത്ത്. അവളെ കൂടെ വേറൊരു ആൺകുട്ടിയും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അതിൽ കളിക്കാൻ. ആ കുട്ടി കുറേ നേരം കളിയൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ആ കുട്ടി കയറിപ്പോയി. എന്നിട്ടും അലക്ക് മതിയായിട്ടില്ലായിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ ബീച്ചിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് പോകാൻ വേണ്ടി, അതിന് മുന്നേ ഇവിടെയുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് കയറി കളിച്ചൊക്കെ കഴിഞ്ഞിട്ടാണ് ബീച്ചിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് പോകുന്നത്. ബീച്ചിലേക്ക് അവൾക്ക് പോകാൻ മണ്ണ് മാന്താനും പിന്നെ വെള്ളത്തിൽ കളിക്കാനൊക്കെയാണ് കേട്ടോ ബീച്ചിലേക്ക് പോണത്. വെള്ളത്തിൽ കളിക്കാനേക്കാളും ഇഷ്ടം അവൾ മണലിൽ ഇരുന്നിട്ട് അങ്ങനെ മണ്ണ് മാന്തി കളിക്കാനാണ്. ബീച്ചിൽ കളിക്കണ ആ ഒരു ടോയ്സൊക്കെ ഉണ്ടല്ലോ, ഞങ്ങൾ അത് ഈ ഒരു പ്രാവശ്യം വരുമ്പോൾ അത് എടുത്തിട്ടില്ല കേട്ടോ. കാരണം അവളുടെ അടുത്തുള്ള ഒരുപാട് സാധനങ്ങളൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പ്രാവശ്യം വരുമ്പോൾ അത് എടുത്തിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോൾ അതൊക്കെ എടുത്തിട്ടായിരുന്നു കേട്ടോ വന്നിരുന്നത്. അപ്പോൾ അന്ന് അവൾ ഒരുപാട് അങ്ങനെ മണ്ണിൽ മാന്തി കളിച്ചിരുന്നു. ഇപ്രാവശ്യം ടോയൊന്നും ഇല്ലാതെ അവൾ കയ്യേറ്റി മാന്തിയിട്ടൊക്കെ ആയിരുന്നു കേട്ടോ കളിച്ചിരുന്നത്. വെള്ളത്തിലിറക്കിയപ്പോൾ അവളൊരു സന്തോഷം കണ്ടില്ല. അവൾക്ക് ഇതൊക്കെ ഇപ്പോൾ ഭയങ്കര മിസ്സാവുന്നുണ്ട് കേട്ടോ. അവർ ഖത്തറിലാവുന്ന ടൈമിൽ ബീച്ചിൽ പോവുക, പാർക്കിൽ പോവുക, അതൊക്കെ ഇടയ്ക്കിടയ്ക്കെന്ന് പറഞ്ഞ മാതിരി ഓളിങ്ങനെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു പാർക്കൊക്കെ ബീച്ചൊക്കെ ഒക്കെ. അവിടെ പിന്നെ അടുത്തടുത്ത് എന്ന് പറഞ്ഞ മാതിരി പാർക്കും കുട്ടികൾക്ക് കളിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. പക്ഷേ നമ്മളെ നാട്ടിൽ അങ്ങനൊന്നും അത്ര ഇല്ലല്ലോ. അതുപോലെ അങ്ങനെ ബീച്ചിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇപ്പോൾ കർമ്മ റോഡൊക്കെ പോലെ അതൊക്കെയാണ് നമുക്ക് പിന്നെ അടുത്തുള്ള സ്ഥലങ്ങൾ. അതും അങ്ങനെ എപ്പോഴൊന്നും പോക്കില്ല കേട്ടോ. എപ്പോഴെങ്കിലുമൊക്കെ ഇങ്ങനെ ഇവൾ വല്ലാണ്ട് പൂതി പറയുമ്പോഴൊക്കെ അങ്ങനെ പോവാന്നല്ലാതെ, പിന്നെ കുട്ടികൾക്ക് മാത്രമല്ല അങ്ങനെ ഭാഗത്തൊക്കെ വരുമ്പോൾ നമുക്കും ഒരു ഹാപ്പിനെസ്സാണ് അല്ലേ. ഹാപ്പിനെസ് എന്നല്ല, ഇപ്പം നമ്മൾ ഏതൊരു ഇമോഷണലായിട്ട് ഇരിക്കുന്ന ടൈമിലൊക്കെ അങ്ങോട്ട് ഈ ബീച്ചിൻ്റെ ഭാഗത്തൊക്കെ ഇങ്ങനെ വരികയാണെങ്കിൽ ഈ ഒരു തിരമാല അടിക്കുന്നതും ഈ വെള്ളത്തിലൊക്കെ നോക്കി നിന്നാൽ തന്നെ നമ്മൾ ആ ഒരു ഭാഗങ്ങളൊക്കെ മറക്കും. നമുക്ക് അതൊന്നും പിന്നെ ഓർമ്മയിൽ വരില്ല അല്ലേ. ഇങ്ങനെ നോക്കി നിൽക്കാൻ തന്നെ ഒരു രസമാണ്. അപ്പോൾ ഭാവി ഈ വെള്ളത്തിൻ്റെ ഭാഗത്തേക്ക് ഇറങ്ങിയിട്ട് തന്നെ ഇല്ല കേട്ടോ. കാല് നനയും മണൽ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഭാഗത്തേക്ക് ഇറങ്ങിയിട്ട് തന്നെ ഇല്ല. ഞാനും ഹലിയും കൂടെയാണ് കേട്ടോ വെള്ളത്തിൻ്റെ അങ്ങോട്ട് ഇറങ്ങിയത്. ഭാവി കുറച്ച് വിട്ട് നിൽക്കാണ്ട് ഞങ്ങൾ വീഡിയോ ഒക്കെ എടുക്കുകയാണ്. ഇതിൽ നിന്ന് കയറി പിന്നെ ഡ്രസ്സൊക്കെ ഊരിയിട്ടിക്കാണ്ട് മണലിലിരുന്ന് കളിക്കൽ തുടങ്ങിയിട്ടാ. മണൽ മാന്തി കളിക്കാനും വെള്ളത്തിൽ കളിക്കാനുമാണ് ബീച്ചിൻ്റെ ഭാഗത്തേക്ക് ഓള് വരുന്നത്. നല്ല മയക്കാറുണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. ആ ഒരു കറുപ്പ് ആകാശവും പിന്നെ ആ ഒരു വെള്ളത്തിൻ്റെ ആ ഒരു ഇതും കൂടെ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. മഴക്കാറുള്ളതുകൊണ്ട് തന്നെ സൺസെറ്റൊന്നും കാണാൻ പറ്റിയിട്ടില്ലായിരുന്നു. പക്ഷേ ഞങ്ങൾ വിചാരിച്ച് ഇപ്പം മഴ പെയ്യുമെന്നുള്ളത്. മഴ ഒരുപാട് നേരം ഇങ്ങനെ നിന്നിട്ട് ഈ ഒരു കളറിൽ ഇങ്ങനെ ഒരുപാട് നേരം നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ വീട്ടിലൊക്കെ എത്തിയതിൻ്റെ ശേഷമാണ് കേട്ടോ. മഴ പെയ്താലും നമുക്ക് അവിടെ തന്നെ നിൽക്കാം. അവളെ ആ ഒരു കളിയും സന്തോഷം ഒക്കെ കഴിഞ്ഞിട്ട് പോയാൽ മതി എന്നുള്ള രീതിയിൽ ഞങ്ങൾ അവിടെ തന്നെ നിന്നിട്ടോ. കുറേ ആൾക്കാർ മഴക്കാറൊക്കെ കണ്ടപ്പോൾ തിരിച്ച് പോകുന്നുണ്ടായിരുന്നു. നല്ല കാറ്റും വീശിണ്ടായിരുന്നു കേട്ടോ. കാറ്റിൻ്റെ ഒരു ശക്തി ഇങ്ങനെ കൂടുന്നുണ്ടെന്ന് കണ്ടപ്പോൾ ഞങ്ങൾ പതുക്കെ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നു. പിന്നെ അവിടെ ഒരു സെക്യൂരിറ്റി വന്നിട്ട് എല്ലാവരും ഇങ്ങനെ വെള്ളത്തിൽ നിന്നൊക്കെ ഇങ്ങനെ കയറ്റിണ്ടായിരുന്നു കേട്ടോ. വെള്ളത്തിലേക്ക് അങ്ങോട്ട് കുറേ ഇറങ്ങി ചെന്ന് കളിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ, അവരൊക്കെ കണ്ട് കയറ്റിണ്ടായിരുന്നു. മഴക്കാറും പിന്നെ ആ കാറ്റിൻ്റെ ആ ഒരു ശക്തിയൊക്കെ കൂടിയപ്പം അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് പോന്നിട്ട് ഇതാ വീണ്ടും ഇങ്ങനത്തെ ഓരോന്നിൽ കയറൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അവൾക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ട്. ഏതായാലും കുറച്ച് കഴിഞ്ഞാൽ എപ്പോ എനിക്ക് ഇതീ കയറണോ? മിക്കി ബസ്സിൽ കയറണോ? വേദനാവേ? അതൊക്കെ സ്പോഞ്ചാണ്, വേനാവില്ല. കളിയൊക്കെ കഴിഞ്ഞ് ഏകദേശം മഗ്‌രിബ് കൊടുക്കാനുള്ള ടൈം ആയപ്പോഴാണ് ഞങ്ങൾ തിരിച്ചു പോകാൻ വേണ്ടി നിൽക്കുന്നത്. അപ്പോൾ ആളെ മുഖം കണ്ടില്ല. തിരിച്ച് പോകുന്ന സമയത്ത്
എന്തു പറഞ്ഞിട്ടും ദേഷ്യം പിടിക്കുകയായിരുന്നു കേട്ടോ. തിരിച്ച് പോണതിനുള്ള ആ ഒരു ദേഷ്യമാണ്. വീട്ടിലേക്ക് പോവാൻ സമ്മതിക്കുന്നല്ലേന്ന്. എന്തായാലും വീട്ടിലേക്ക് പോവാണ്ടിരിക്കാൻ കഴിയൂലല്ലോ. അപ്പോൾ ഞങ്ങൾ ഓളോട് ഇനി അടുത്ത ആഴ്ച വരാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സമാധാനിപ്പിച്ചിട്ടൊക്കെ കൊണ്ടുപോയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാനൊന്നും മറക്കരുത്. അതുപോലെ തന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക കേട്ടോ.